അപ്പം ഞങ്ങളെല്ലാവരും ഇല്ല കേട്ടോ, ഞങ്ങൾ നാലുമാണ്. ഞങ്ങൾ നാലും കൂടെ ഒന്ന് ഇറങ്ങി കറങ്ങി, പിന്നെ എന്താ പറയുക, ചോളം മുഴുങ്ങിയതൊക്കെ വാങ്ങി മലയാളത്തിൽ പറയാൻ, അല്ലെങ്കിൽ ശരിയാവില്ല. എന്ത് പറഞ്ഞു? എന്തെങ്കിലും പറയാം, അത് പറയാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ. അപ്പോൾ അതാണ് ലതേച്ചി. ഇത് ജേഷ്മേനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണും. ഇത് ജേഷ്മ. ഇതാണ് അനു. ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഫോട്ടോ അനു. ഞങ്ങളാണ് ഡ്യൂട്ടിക്ക് വരുമ്പോഴുള്ള കൂട്ടുകാർ കേട്ടോ. കുറേ കൂട്ടുകാരുണ്ട്, പക്ഷേ ഞങ്ങളാണ് 4 പേരാണ് കൂട്ടുകാർ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇന്ന് അനു ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അപ്പോൾ അവളിന്ന് ഗുരുപൂർണിമ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് 4 ആളും കൂടെ കേട്ടോ. ഇതല്ല ഇൻസ്റ്റയിൽ ലതേച്ചി ഞാനും ജേഷ്മയും കൂടെ ഡാൻസ് കളിക്കണം നീ പിടിച്ചാൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ വാ, ഇവിടെ വാ കുഞ്ഞു, ഇക്കടെ പാടാ. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ ഈ അതിൻ്റെ പല്ലിനൊരു പ്രത്യേകത, അത് നാക്ക് പുറത്തേക്കും പല്ലാകെ മുന്നിൽ 2 പല്ലുള്ളത് ഈ പുലീൻ്റെ കൊമ്പ് പോലെ, അല്ല പുലിപ്പല്ല് പോലെ 2 സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞു. പുലിപ്പല്ല് പോലെ ആനേൻ്റെ കൊമ്പ് പോലെ അങ്ങനെ വളഞ്ഞിട്ടാണ് കൂടെ ഇങ്ങനത്തെ നാക്ക് ഈ ഒരു സൈഡിലേക്ക് പുറത്തേക്ക് അറിയാം. എൻ്റെ പല്ല് ഉണ്ടാവുന്നത് ആകെ 2 പല്ലുള്ളത് 2. സൈറാം. അപ്പം ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും കേട്ടോ. ഇന്ന് ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഗണപതിക്ക് തേങ്ങയൊക്കെ ഉടച്ച്, ഞങ്ങൾ വന്നപ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗണപതിക്ക് തേങ്ങയൊക്കെ ഉടച്ച് പിന്നെ ഇവിടെ കൽപ്പവൃക്ഷത്തിൽ വന്നതാട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് കയറായിരുന്നു ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ എഴുതിയിട്ടിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഇത് മറ്റുള്ളവരെങ്ങനെ വിശ്വസിക്കും എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. കാരണം ഞങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് ഓരോ കാര്യങ്ങൾ സ്വാമീനോട് പറഞ്ഞ് ഞങ്ങളിവിടെ എഴുതിയിട്ടിട്ട് പോയാൽ ഞങ്ങൾ തിരിച്ചടുത്ത ഡ്യൂട്ടിക്ക് സ്വാമീൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഞങ്ങൾക്കത് സ്വാമി സാധിച്ചു തരലുണ്ട് കേട്ടോ. അങ്ങനെ വന്നതാണ് ഞങ്ങൾ ഇവിടെ. അപ്പോൾ എനിക്കിവിടെ എഴുതിയിടാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരി കൂടെ വന്നതാട്ടോ, ജേഷ്മയും കൂടെ. രാവിലെ ഫസ്റ്റ് വന്നത് ഞങ്ങളാട്ടോ. ഇത്ര രാവിലെ ആരും ഇവിടെ വരലില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് ഈ ഗേറ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, പാറേൻ്റെ മുകളിൽ അവിടെ കാണുന്ന ആ പുളിമരം കണ്ടോ, അതൊരു പുളിമരമാണ്. പാറേൻ്റെ മുകളിലാണ് ആ മരം നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ പാറേൻ്റെ ഉള്ളിലൊരു ഗുഹ പോലെയാകും. അതിൻ്റെ ഉള്ളിൽ ശിവലിംഗം. ഈ സ്വാമി ഇവിടെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ദാരിദ്ര്യമുള്ള നാടായിരുന്നു. അപ്പം സ്വാമീൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഇവിടെ കളിക്കാൻ വരുമ്പോൾ അവർക്ക് വിശന്ന് കരയുമ്പോൾ സ്വാമി ഇതിൽ നിന്നിട്ട് അവർക്ക് ആവശ്യം അവരെന്ത് പറയുന്ന ഫലം എന്ത് പറയുന്ന ഫ്രൂട്ട്സാണോ അത് സ്വാമി ഈ പുളിമരത്തിൽ നിന്ന് അവർക്ക് പറിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര പവർഫുള്ളാണ് ഈ സ്ഥലം. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചിറങ്ങുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങൾ പോകും. അപ്പോഴേക്കും ഒന്നും കൂടെ കറങ്ങി, ഞങ്ങൾക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് അങ്ങനെ പുറത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നും കൂടെ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. വന്നിരുന്നില്ലേ, അതാ ഇത് നമ്മളൊരു കുന്നിൻ്റെ മണ്ടയിലാട്ടോ. അതിൻ്റെ താഴ്ഭാഗമാണ് കാണുന്ന ചിത്രാവതി പുഴയാണത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഇതിൻ്റെ മുകളിലോട്ട് ആദ്യം കയറിപ്പോവായിരുന്നു. ഇപ്പോൾ അവരവിടെ ക്ലോസ് ചെയ്തേ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാം. എവിടെയൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊന്ന് ഡെയിലി ആൾക്കാർ എഴുതുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഴുതുന്ന, പിറ്റേ ദിവസം ആൾ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അതൊക്കെ വാരിപ്പറിച്ച് കളയും കേട്ടോ. പിന്നെയും വരുന്നതാണ് ഈ എഴുത്തൊക്കെ. അപ്പോൾ അതാ അതിൻ്റെ മണ്ടയിലേക്ക് പോകാൻ വയ്യ. അത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അവിടെ ക്ലോസ് ആക്കി. അല്ല അതിൻ്റെ മണ്ടയിൽ പോയിട്ട് നല്ല ഈ മൊത്തം കാണാമായിരുന്നു, താഴ്ഭാഗം മൊത്തം നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇത് എത്ര പടിയുണ്ടെന്ന് ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജയേഷ്മ മുന്നിൽ പടി എണ്ണിക്കൊണ്ട് പോകുന്നുണ്ട്, ഞാൻ പുറകിലാട്ടോ. ഇപ്പോൾ എല്ലാവർക്കും മടിയാണ് എത്രയും കയറണം എന്ന് പറഞ്ഞിട്ട് വരാൻ. പക്ഷേ എനിക്കിവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് വരണം. എന്നോട് എല്ലാവരും പറയുന്നു പോകാനുള്ളതാണ്, നിനക്ക് വയ്യാണ്ടാവും, നീ കയറാൻ പോകണ്ടെന്നൊക്കെ. പക്ഷെ ഞാനത് കേട്ടില്ല. സൈറാ, ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ട് കേട്ടോ. അവർ തുറക്കാനാവുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ ആയതുകൊണ്ട് തുറന്നില്ല. ആദ്യമൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 6-7 വർഷമായി കാണും കച്ചവടക്കാർ വരാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ, ഫാൻസി ഐറ്റംസും എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്വാമീൻ്റെ ഫോട്ടോസ്, മാലകൾ
പക്ഷെ നമ്മളിവിടുന്ന് ഒന്നും വാങ്ങലില്ല കേട്ടോ. വാങ്ങിയിട്ട് ഓരോരുത്തർ കൊണ്ടുപോയി കൊടുത്താൽ എല്ലാവർക്കും അത് ഇതാവില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങല. ആദ്യമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുമായിരുന്നേ. ഇപ്പം ഞാനൊന്നും വാങ്ങലില്ല. അപ്പോൾ ഇത്രയും താഴേക്ക് ഇനി ഇറങ്ങി പോകാനുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പോയി ചായയും കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോറിൽ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്വാമീൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റും പിന്നെ നമുക്ക് സാധനം എന്താ പറയുക ലുലു മാൾ പോലെ ഒരു സൈഡിൽ, അങ്ങനെ വലിയ മാളായിട്ടല്ല, കെട്ടിടത്തിൽ എല്ലാ സംഭവങ്ങളും കിട്ടും. ഒരു മാളിൽ ഡ്രസ്സ്, പാത്രങ്ങൾ, അങ്ങനെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും. അതിൻ്റെ ഇപ്പുറത്ത് പച്ചക്കറി, പലചരക്ക്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. നല്ല വില കുറവാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയും കൂടി ഒന്ന് കയറണം. അപ്പോൾ അവിടെയൊന്നും വീഡിയോ പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. പുറത്ത് ആ കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആ റൂൾസ് തെറ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പിടിക്കുന്നവരുണ്ട്, പക്ഷെ നമ്മൾ അവരെന്ത് റൂൾ ഇത് പറയുന്നു ആ ഇതനുസരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളാ നടക്കുന്ന വഴിയൊക്കെ പിടിക്കും പോലെയല്ല, അവിടെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് 175. അപ്പോൾ ഇവിടെയാണ് റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് അത്രയും ദൂരത്തേക്ക് 175ഓളം പടികളുണ്ട് കേട്ടോ. ഇവിടുന്ന് കൽപ്പവൃക്ഷത്തിലേക്കുള്ള വഴിയാണിത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ മസാല ദോശ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓരോ മസാല ദോശ വാങ്ങി കഴിച്ച് പകുതിയായപ്പോഴാണ് ഓർത്ത്. അപ്പം എടുത്താട്ടോ. നമ്മളവിടുത്തെ പോലെ അയ്യോ ഇത് നല്ല സ്പൈസി, നല്ല എരിവാട്ടോ. ഫുള്ള് പച്ചമുളക് ഇതാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ ഒരു ചമ്മന്തിയൊക്കെ തൂത്ത്, പിന്നെ സാമ്പാറും ചട്നിയും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരാൾ നമുക്ക് വീഡിയോ എടുത്ത് തന്നതാട്ടോ. അവരെടുത്ത വീഡിയോ എനിക്ക് തന്നതാണേ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ക്യാൻറ്റീൻ്റെ നേരെ മുന്നിലാണ് നമ്മുടെ മന്ദിരത്തിൻ്റെ മുൻഭാഗമാട്ടോ ഈ കാണുന്നത്. നമ്മളിവിടെ നിന്നൊന്നും വീഡിയോ പിടിക്കില്ല, പേടിയാണ്. ഇത് വേറൊരാളെടുത്തപ്പോൾ അയാൾ ഇങ്ങനെ ഇട്ട് തന്നത് ഞാൻ എടുത്തതാട്ടോ. ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടി വന്നു. അപ്പോൾ എല്ലാവരും കയറിയിരുന്നിട്ടോ. വലിയ വണ്ടിയാണേ, 2 വണ്ടിക്ക് ആളുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ചില സമയത്ത് ഇവരെന്നെ ഇതാക്കിട്ടോ, എല്ലാവരും കൂടെ ഒരു കോരല്ലാത്ത കോലത്തിലാണ് കയറിയിരിക്കണേ പറഞ്ഞിട്ട് അവർ മുഖം പൊത്തുക കേട്ടോ. അപ്പം എനിക്കത് അവരെ പിടിക്കണം എന്ന് വിചാരമുള്ളൊരു വാശി. അപ്പോൾ ഞാൻ അവളെ കൈ തട്ടി മാറ്റിയത് കേട്ടോ. പിന്നെ വണ്ടിയിലായതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴി ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ മാസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് സ്വാമിയുടെ 6 മാസം കഴിഞ്ഞ് അടുത്ത ജനുവരിയിൽ അതിൻ്റെ ഇടയിൽ സ്വാമിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. സാധിക്കുകയാണെങ്കിൽ അപ്പോഴൊന്നും കൂടെ വരും. എത്രങ്ങാനോ ഏക്കർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര ഉണ്ട് മൊത്തത്തിലെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളവിടുന്ന് പല വഴിക്ക്, ഏത് വഴിക്ക് ചെന്നാലും ഒരു വഴിക്ക് എത്തും എന്ന് പറഞ്ഞ പോലെയാണ്. പല പല വഴികളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കാര്യങ്ങളും മാളുകളും, പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ മാളുണ്ട്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ ആൾക്കാർ താമസിക്കുന്ന റൂമുകളായിട്ട് നമ്മുടെ വിദേശികളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥിരതാമസമായിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്ന ഹൗസ്. ഇവിടെ ബേക്കറി ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇതാണ് മാൾ കേട്ടോ. ഈ കാണുന്നതാണ് മാള്. ഇപ്പോൾ ആണുങ്ങളുടെ ടൈമാണ്. പെണ്ണുങ്ങൾക്ക് രാവിലെ, ആണുങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആണുങ്ങൾ അവിടെ കാവലിരിക്കുകയാണ് അത് തുറക്കാൻ വേണ്ടിയിട്ട്. ഇത് 2 നില വലിയ മാളാണ്. അതിൻ്റെ ഇപ്പുറ സൈഡിലാണ് പച്ചക്കറിയും ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇനി ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ച് ഇച്ചിരി ദൂരമുള്ളൂ, പക്ഷേ ഇച്ചിരി ദൂരം നല്ല കേട്ടോ. ഒരുപാട് ദൂരം. ഞാൻ ആ വഴിയൊക്കെ വിചാരിച്ചു. ഇതിവിടെ ഒരു കോൺഫറൻസ് ഹാളൊക്കെ പുതിയത് 3-4 വർഷമായിട്ടോ പണിതിട്ട്. വലിയ എന്താ പറയുക, മന്ത്രിമാരും അങ്ങനെയുള്ള ആൾക്കാർ, വലിയ ആൾക്കാരൊക്കെ വരുമ്പോഴും, പിന്നെ ഇതിൻ്റെ തന്നെ സായിൻ്റെ തന്നെ ഓരോ സംഘടനകളും പ്രോഗ്രാമുകളൊക്കെ വെക്കുമ്പോൾ നടക്കുന്ന കോൺഫറൻസും, മക്കൾക്ക് ഒരുപാട് സ്ഥലത്ത് സായിൻ്റെ സ്കൂളുകളുണ്ട്, കോളേജുകളും സ്കൂളുകളും. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഓരോ കോൺഫറൻസും കാര്യങ്ങളൊക്കെ വെക്കും. അതൊക്കെ ഇങ്ങനെ നടക്കുന്ന ഹാളാട്ടോ അത്. പിന്നെ ഓഡിറ്റോറിയം, 2-3 ഓഡിറ്റോറിയം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ.
എനിക്കിതൊന്നും ശരിക്കും പറഞ്ഞു തരാൻ തന്നെ അറിയില്ല. കാരണം അത്രയ്ക്ക് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മൾ വന്ന് എന്താ പറയുക, ശരിയായൊരു ഇത് കിട്ടുള്ളൂ. ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവിടെ സ്വാമി ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും അത് വന്ന് കണ്ട് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം കിട്ടാത്ത നാടായിരുന്നു അവിടെ. എത്രയോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം. അപ്പം നമ്മൾ അവിടെ ഒരു ആ മന്ദിരത്തിൻ്റെ ആശ്രമം അധികം പറ്റൂല. ഓരോ തിരിച്ച് അവർക്കൊന്നും ഉണ്ടാവില്ല. അത് എപ്പോഴും പറയുകയും ചെയ്യും, എന്നാലും ഒരു ഇതുമില്ലാതെ വീണ്ടും വരികയും ചെയ്യും. ആൾക്കാരുണ്ട് കേട്ടോ. സ്വാമി ഉള്ളപ്പോൾ തൊട്ടിട്ട് എന്തൊക്കെയാ വാങ്ങിയേ? എൻ്റെ അമ്മേ, കടയിൽ എനിക്ക് തോന്നുന്നു മലയാളികളുടെ തന്നെയാണ്. പിന്നെ ഫാൻസി കട, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഞങ്ങൾ കുറേ കടയിൽ സാധനങ്ങളുടെ സമയത്ത് സാധനങ്ങളോട്ട് കൊടുത്തതും അവർ അവിടെ താമസാക്കിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇവിടേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഇവിടെ ആശുപത്രിയിലേക്ക് പിന്നെ ഈ കാണുമ്പോൾ തന്നെ ഇത്രയും വലിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ഇവിടെ ഫുള്ള് ചികിത്സ ഫ്രീ ആയിട്ട്. ഇവിടെ റെക്കമെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാളും റെക്കമെൻഡുമായിട്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല. ഇനി അതിൻ്റെ എത്ര വലിയ മുകളിലിരിക്കുന്ന ആളാണെങ്കിലും റെക്കമെൻഡായിട്ട് അവിടേക്ക് പോയിട്ട് കാര്യമില്ല. നേരിട്ട് ചെയ്യാം. ക്ഷേത്രത്തിലൊന്ന് പോവാൻ ഒരിക്കലും നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എൻ്റെ കെട്ടിയോന് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നടത്തി അങ്ങ് വരെ അതിനൊക്കെ സൂത്രം കാട്ടിത്തരാറുണ്ട്. ഞാൻ പൊട്ടത്തി അത് കേട്ട് പുറകെ നടന്നുപോയി. എന്നിട്ട് അവിടെ വരെ തിരിച്ചറിയാം. അവിടെ കുറച്ച് വലിയ ഒട്ടകപ്പട്ടി പോലെയുള്ള പറ്റിയിട്ടല്ലോ അതിനെ കാട്ടി തന്നു. ഇവൻ്റെ എമ്മുവോ അതിനെ കാട്ടി തന്നിട്ട് ശിവലിംഗം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. തിരിച്ചു പോകുമല്ലേ എത്ര വർഷങ്ങളായി ഇന്ന് വരെ എനിക്ക് ആ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. അത് വെളുപ്പിനും വൈകുന്നേരം 5 മണിക്കാണ്. അപ്പം നമ്മൾ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ നട അടയ്ക്കും. രാവിലെ ചെല്ലുമ്പോഴാണെങ്കിലും നട അടയ്ക്കും. ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കാണാൻ എനിക്ക് പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാട്ടോ. പിന്നെ ഈ വഴി കൂടെ ആദ്യമായിട്ട് ഈ നടുക്ക് കൂടെ കാണുന്നില്ല നിറച്ച് ചെടികളായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, എല്ലാം ഉണങ്ങി പോയതാണോ എന്താണെന്നറിയില്ല. ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് പുതിയത് അവർ നടാൻ വേണ്ടിയിട്ട് എല്ലാം ക്ലിയർ ആക്കിയതാണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾക്ക് മൊത്തം സ്വാമീൻ്റെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് നമ്മൾ വന്ന് നമുക്ക് ട്രെയിൻ കിട്ടി. ട്രെയിനിൽ വരുമ്പോൾ ഭംഗിയുള്ള കാഴ്ചകളാണ്. രസമല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. എവിടെ നോക്കിയാലും പുഴയും വെള്ളക്കെട്ടും ഇതുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നിന്നൊക്കെ പോകുന്ന എല്ലാത്തേക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും നമ്മളവിടെ പോയതിൻ്റെ വിശേഷങ്ങളാണ്. ഇനി നാളെ തൊട്ട് നമ്മുടെ ഇവിടുത്തെ പഴയ ഓരോരോ ദിവസത്തെ കാര്യങ്ങളുമായിട്ട് വരാം കേട്ടോ. ഇത്രയും ദിവസം ചോറ് തിന്നാൻ പോയി കൈ കഴുകുക, ഇരിക്കുക, ചോറ് തിന്നാൻ എണീച്ച് വരിക, പാത്രം പോലും കഴുകണ്ടില്ലായിരുന്നു. ഇനി അതെല്ലാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ.